ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ കുറച്ച് തിരക്കുകളും തമാശകളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മോൾക്ക് 6:30 ട്യൂഷൻ എത്തണം. അപ്പോൾ 6 മണിയാകുമ്പോൾ ഇവിടുന്ന് പുറപ്പെടണം. എന്നാലാണ് 6:30 എത്തുള്ളൂ. കുറച്ച് ദൂരമുണ്ട്. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡി ആവണം. അതുകൊണ്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീക്കാറ്. എണീറ്റ ഉടനെ അരി ഇടും. അരി പിന്നെ കുക്കറിലാണ് വെക്കുക. അതുകൊണ്ട് പിന്നെ 1 മണിക്കൂറിനുള്ളിൽ ചോറാവും. ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ 2 പേരും എണീറ്റിട്ടില്ല. ഇന്നാണെങ്കിൽ മഴയുള്ള ദിവസമാണ്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുകയാണ് രാവിലെയൊക്കെ. സാധാരണ അവൾ സൈക്കിളിനാണ് പോവാറ്. ഈ മഴയായിട്ട് നിൽക്കുന്ന സമയത്ത് സൈക്കിളിൽ വിടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 2 പേരെ എണീപ്പിക്കണം. ഇന്നിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അതരിഞ്ഞ് അടുപ്പത്തിട്ടു. അതിലേക്ക് ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഒരു 2 മണി ജീരകവും ഇട്ടിട്ട് അതൊന്ന് ഇളക്കി അടച്ചു വെച്ചു. ജീരകം ആദ്യമായിരുന്നു ഇടേണ്ടിയിരുന്നത്, പക്ഷേ അത് മറന്നുപോയി. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം കൊണ്ടുപോയിട്ടിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് ലേശം കായപ്പൊടിയും കൂടി ഞാൻ ഇടാറുണ്ട്. ഉരുളക്കിഴങ്ങ് വേവും വേണം, അത് നല്ലോണം ഒന്ന് മൊരിയുകയും വേണം. എന്നാലാണ് അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞാനത് നല്ലോണം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നല്ലോണം ഒന്നും കൂടി മൊരിയിച്ചെടുക്കും. വലിയിച്ചെടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ ആക്കിയെടുക്കും. അതിൻ്റെ ഇടയിൽ സാമ്പാറിനുള്ള പരിപ്പ് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു. തട്ടിക്കൂട്ട് സാമ്പാറാണ്, നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കുന്ന സാമ്പാറില്ലേ, അങ്ങനെ. സാമ്പാറാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം, ലഞ്ചിനും എടുക്കാം. ഇടയ്ക്ക് ഉരുളക്കിഴങ്ങൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ചോറ് വാർക്കാറായി. അപ്പോൾ അത് വേഗം വാർത്ത് വെച്ചു. പരിപ്പ് വെന്തപ്പോൾ അതിലേക്ക് വേഗം കഷ്ണങ്ങളിട്ടു. അതിൻ്റെ ഒപ്പം തന്നെ വറുത്തിട്ടുള്ള പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും അത് വറുത്തിട്ടു. അതിൻ്റെ കൂടെ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു തക്കാളിയും ഇട്ടിട്ട് ഞാൻ വേഗം അടച്ചു വെച്ചു. അതിൻ്റെ ഇടയിൽ മോൾക്ക് കഴിച്ചിട്ട് പോകാനുള്ള ദോശ ഉണ്ടാക്കി വെച്ചു. സ്നാക്സിനുള്ള ഒരു ആപ്പിളും കട്ട് ചെയ്ത് ബോക്സിലാക്കി വെച്ചു. ചോറിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് തൈരോ ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഞാനങ്ങനെ ഇളക്കി വയ്ക്കുക ചെയ്യുക. അപ്പോൾ കഴിക്കാൻ സൗകര്യം ഉണ്ടാവുമല്ലോ. അതിൻ്റെ കൂടെ ഉപ്പേരി ഒരു അച്ചാറോ എന്തെങ്കിലും വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഉരുളക്കിഴങ്ങാണ്, അതിൻ്റെ കൂടെ ഒരു കടുമാങ്ങയുടെ അച്ചാറും വെച്ചിട്ടുണ്ട്. ചില ദിവസം അവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല, ചില ദിവസം അത് മതിയെന്ന് പറയും. ഞാൻ വേഗം അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ സമയം ലേറ്റായി തുടങ്ങി. വേഗം പോകണ്ടേ, വേഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റെപ്പിലാണെങ്കിൽ കസേരയും വടിയൊക്കെയാണ്. ഈ നായ്ക്കൾ കയറി കിടക്കണോണ്ടേ അങ്ങനെയൊക്കെ കൊണ്ടുവച്ചാൽ കയറി കിടക്കാതിരിക്കുക, അതിന് വേണ്ടി ചെയ്യുന്നതാണ്. നല്ല ഇരുട്ടുണ്ട് കേട്ടോ പുറത്ത്. സാധാരണ ഈ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെളിച്ചമാവണതാണ്. ഇതിപ്പോൾ മഴക്കാറിൻ്റെ ഇരുട്ടാണ്. മഴ ഇപ്പോൾ ഒന്ന് തുറന്ന് നിൽക്കുകയാണ്. നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തുറന്ന് നിൽക്കുക ഭാഗ്യത്തിന്. അല്ലെങ്കിൽ ഇപ്പോൾ പോകുമ്പോൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വന്നതിന്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ വേഗം പോയിട്ട് ഗേറ്റ് തുറന്നു കൊടുക്കാൻ വെച്ചിട്ട് വേഗം പോയതാണ്. മോളങ്ങനെ ചാറുകറിയൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകലേ കുറവാണ്. അത് കാരണം സാമ്പാറിൻ്റെ പണി അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം വറുത്തിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് തന്നെ പോകുന്നു. ഇതിപ്പോൾ കൈയോടെ ചെയ്താൽ അതങ്ങോട്ട് കഴിയും, ഇല്ലാച്ചാൽ മടി പിടിച്ച് അവിടെ ഇരിക്കും. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നേ പോകും. അതാണ് അവസ്ഥ. ഈ രാവിലത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ വേഗം അടിച്ചുവാരലും തുടക്കലും കഴിഞ്ഞാൽ വേഗം കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പണികൾ നോക്കി. നാളെ ഞങ്ങൾക്ക് ചെറിയൊരു യാത്രയുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാനുണ്ട്. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കൊളുത്തി. ഇപ്പോൾ കാലത്തെ ആ കാലാവസ്ഥയേ അല്ല, നല്ല വെയിൽ ഉദിച്ച് വരുന്നുണ്ട്. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും മഴ വരിക. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി. എന്നാൽ പിന്നെ വേഗം ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 പേരും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ കുക്കറിലുള്ള സാമ്പാർ വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇന്നലെയൊക്കെ നല്ല മഴ മാത്രമല്ല, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുലച്ച വാഴ നിന്നായിരുന്നു. അത് വലിയ കാര്യമായിട്ട് മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ കൊലയൊന്ന് വെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ അടുത്ത്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വെട്ടാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. റോബസ്റ്റയുടെ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ട് നട്ടിരിക്കുന്നത്. എനിക്ക് അറിയണില്ല അത് എന്ത് കായാണെന്നുള്ളത്. വാഴക്കൊലയൊക്കെ ഗംഭീരമായിട്ട് വെട്ടി. കൊല വെള്ള ഡ്രസ്സായിട്ട്
പറയാം കേട്ടോ മുന്നിലാക്കരുത് ഏട്ടൻ മടാളൊക്കെ നല്ല മൂർച്ച കൂട്ടിയിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ വാഴയുടെ ഇല മുറിക്കുമ്പോൾ മുറിയണേ ഉണ്ടായിരുന്നില്ല. അവസാനം ചിരിച്ചിരിച്ചൊരു വഴിയായി. അതിൻ്റെ ഇടയിൽ ഉണ്ണിപ്പിണ്ടിയൊക്കെ കിട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് ഈ റോബസ്റ്റ വാഴയുടെ ഉണ്ണിപ്പിണ്ടി നല്ലതാണോ എന്ന് അറിയില്ല. നമുക്ക് കയ്പ്പ് വരുന്ന ചിലത് കയ്പ്പ് വരുമല്ലോ, ടേസ്റ്റ് ഉണ്ടാവില്ല. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ നല്ലതാണോ എന്നുള്ളത്. ഞാൻ എന്തായാലും വെച്ച് നോക്കണ്ട്, അത് വേറെ. അപ്പോൾ അതൊക്കെ കിട്ടി. ആ വാഴയൊക്കെ വെട്ടിയതൊക്കെ ഏട്ടൻ കൊണ്ടുപോയിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയി ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കൊലയൊക്കെ എടുത്ത് പോന്നു. കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നു, അതും കൂടി കഴുകി വെച്ച് അടുക്കളയിൽ നിന്ന് തുടച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇന്നത്തെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.